ലയൺസ് ക്ലബിന്റെ കരുതലിൽ അണക്കരയിലെ 2 നിർധന കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ തണലൊരുക്കി സ്വപ്ന ഭവനങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു. വീടുകളുടെ ശിലാസ്ഥാപനം ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ.ബി. ഷൈൻകുമാർ നിർവഹിച്ചു. വാസയോഗ്യമായ വീട് എന്ന സ്വപ്നം സ്വന്തം നിലയിൽ സാക്ഷാത്കരിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ കഴിഞ്ഞിരുന്ന 2 കുടുംബങ്ങൾക്കാണ് അണക്കര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. അണക്കര വെള്ളറ ഫിലിപ്പ്, ചക്കുപള്ളം വടക്കേക്കര അമ്പിളി എന്നിവർക്കാണ് സ്നേഹഭവനം ഒരുങ്ങുന്നത്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ 7 ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് വീടുകളുടെ നിർമ്മാണം നടത്തുന്നത്. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ.ബി. ഷൈൻകുമാർ വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318 സിയുടെ നേതൃത്വത്തിൽ ഈ വർഷം 100 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് പദ്ധതിയെന്ന് കെ.ബി. ഷൈൻകുമാർ പറഞ്ഞു. ഒരുപക്ഷെ ഒരു ഓർഗനൈസേഷൻ പോലും കഴിഞ്ഞ വർഷം 168 വീടാണ് നിർധനരായ ആളുകൾക്ക് കൈത്താങ്ങാവാൻ ഡിസ്ട്രിക്ട് 318 സാധിച്ചു. ഈ വർഷം 100 വീട് എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 122 വീടോളം നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടുകയും 102 വീടിന് സാങ്ഷൻ കിട്ടി 89 വീടിന്റെ സ്റ്റോൺ ലേയിങ് കഴിഞ്ഞ് 32 വീടുകൾ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് സാധിച്ചു എന്നൊരു മഹനീയ സന്തോഷം കൂടെ ഹൈറേഞ്ചിൽ അറിയിക്കട്ടെ. ഹൈറേഞ്ചിലേക്ക് വരുന്നത് പൊതുവെ സന്തോഷം, ഏറ്റവും സമർത്ഥന്മാരും ധീരന്മാരായ ആളുകളെ കാണുക എന്നുള്ളത് ഏറെ സന്തോഷം. അണക്കര ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷിബു തോമസ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ വർഗീസ് ജോസഫ്, ജോർജ് തോമസ്, റിജി ജോസഫ്, ജോസഫ് പുതുമന, വിജി ജോസഫ്, ജോയിസ് ജോർജ്, ജോജു കുരുവിള, റോബിൻ ജോസഫ്, കെ.പി. വർഗീസ്, സണ്ണി പൊടിപ്പാറ, അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.